ഹായ്, നിങ്ങൾക്ക് ഡ്രൈ സ്കാൽപ്പോ അല്ലെങ്കിൽ ഡാൻഡ്രഫോ ഉണ്ടോ? എന്നാൽ എനിക്ക് ഡ്രൈ സ്കാൽപ്പാണ്. ദാ Oh my god. കണ്ടില്ലേ, ഇതുപോലെ വെള്ള പൊടി പൊടിയായിട്ടാണ് എൻ്റെ തലയിലുള്ളത്. അപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ്. നിങ്ങൾക്കോ? എന്നാലും എൻ്റെ കയ്യിൽ ഒരു അടിപൊളി മാസ്ക് ഉണ്ട്. എന്തായാലും മാസ്കിനൊക്കെ മുമ്പായി രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് ഡാൻഡ്രഫ്, മറ്റൊന്ന് ഡ്രൈ സ്കാൽപ്പ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണുള്ളത്? എന്തായാലും എനിക്ക് ഡ്രൈ സ്കാൽപ്പാണുള്ളത്. എന്തായാലും ഈ മാസ്ക് നിങ്ങളുടെ ഡാൻഡ്രഫിനെയും കളയും, അതുപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പ് മാറിയിട്ട് മോയ്സ്ചറുമാക്കും. അപ്പോൾ എങ്ങനെയാ, നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ ഈ മാസ്ക് ആഴ്ചയിൽ 2 ദിവസം കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. എന്തായാലും റിസൾട്ട് ഉറപ്പായിരിക്കും. ഈ മാസ്കിൽ ആകെ 4 ഇൻഗ്രീഡിയൻസേ അടങ്ങിയിട്ടുള്ളൂ. ഒന്ന് അലവേര, രണ്ടാമത്തത് കേർഡ്, മൂന്നാമത്തത് ഹണി, നാലാമത്തത് കോക്കനട്ട് ഓയിൽ. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കറ്റാർവാഴ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴയാണ്. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു. നിങ്ങളുടെ മുടിക്ക് വേണ്ടത് എത്രയാണോ അത്രയും മാത്രം അളവിൽ തൈരെടുത്താൽ മതി. പക്ഷെ ഞാനിവിടെ അല്പം കൂടുതലാണ് എടുത്തത്, എനിക്ക് ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അളവിൽ നിങ്ങളെടുത്ത് ഇതുപോലൊരു കൺസിസ്റ്റൻസി ആകും. പിന്നെ പൊതുവേ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ പൊടിയായിട്ട് ഇളകി വരുന്ന എല്ലാം ഡാൻഡ്രഫാണെന്ന്. എല്ലാം ഒന്നും ഡാൻഡ്രഫ് അല്ല. ചിലർക്ക് ഈ സ്കാൽപ്പ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് അത് പൊടിയായിട്ട് ഇളകി വരുന്നതാണ്. എനിക്ക് എങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ മാക്സിമം സ്കാൽപ്പ് മോയ്സ്ചറാക്കി വെക്കാൻ ശ്രമിക്കുക, ഇതുപോലുള്ള DIY മാസ്കുകളൊക്കെ യൂസ് ചെയ്ത്. പിന്നെ ഈ താരൻ വരാനുള്ള കാരണങ്ങൾ ഡ്രൈ സ്കാൽപ്പ്, ഓയിലി സ്കാൽപ്പ്, പിന്നെ അതുപോലെ ഫംഗൽ ഇൻഫെക്ഷന്, ചിലർക്ക് ഹെയർ പ്രൊഡക്റ്റിൻ്റെ അലർജി കാണും, സ്ട്രെസ്സ്, പിന്നെ അതുപോലെ സ്ലീപ്പ് ഇഷ്യൂസ്, ഡയറ്റ് നല്ലതല്ലാത്തത്, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഡാൻഡ്രഫ് വരാൻ കാരണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ തലയിൽ നിന്ന് ഇളകി വരുന്ന ചെറിയ ചെറിയ പൊടികൾ, അത് നമുക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ അത് താരനായിരിക്കും. ചൊറിച്ചിലില്ലാത്തത് താരനാവാൻ വഴിയില്ല. കാരണം എനിക്ക് ചൊറിച്ചിലില്ലാത്തതാണ്, അതിൻ്റെ ഡ്രൈ സ്കാൽപ്പ് ആയതുകൊണ്ടാണ്. നമ്മുടെ ഈ തൈരെന്ന് പറയുന്നത് സ്കാൽപ്പിന് നല്ല മോയ്സ്ചറൈസറാണ്. പക്ഷേ ഈ കോൾഡ്, അലർജി, അതുപോലെ സൈനസ് ഒക്കെ ഉള്ളവർക്ക് ഈ തൈര് അത്രയും നേരം തലയിൽ പുരട്ടുന്നത് സേഫ് ആയിട്ടുള്ള കാര്യമല്ല. അത് തുമ്മലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ 4 സാധനങ്ങൾക്കും എനിക്ക് അലർജിയില്ല. അപ്പം നിങ്ങളിത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. ഇനി എന്ത് മാസ്ക് ആണെങ്കിലും, ഹെയറിൻ്റെ ആണെങ്കിലും സ്കിന്നിൻ്റെ ആണെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു റിസൾട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ മുടിയും എൻ്റെ സ്കാൽപ്പും നന്നായിട്ട് മോയ്സ്ചറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുടിയുടെ ലെങ്തിലല്ല കാര്യം, പകരം ഹെൽത്തിലാണ് കാര്യം. ഓരോരുത്തരുടെയും സ്കാൽപ്പ് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. ചിലർക്ക് ഡ്രൈ സ്കാൽപ്പായിരിക്കും, ചിലർക്ക് ഓയിലി സ്കാൽപ്പായിരിക്കും. എൻ്റെ എന്ന് പറയുന്നത് ഡ്രൈ സ്കാൽപ്പാണ്. അപ്പോൾ ആ ഡ്രൈ സ്കാൽപ്പുകാർക്ക് അടിപൊളി ഒരു പാക്കാണിത്. ആഴ്ചയിൽ 2 ദിവസം 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ അപ്ഡേഷൻ ഈ ചാനലിൽ ഇട്ടിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.